ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിരിക്കുക, നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ പുഷ് ചെയ്യുക. ഇതിപ്പം കിടന്ന് ആടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ആടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച ബാക്കിലത്തെ സസ്പെൻഷൻ ഇവിടെ ഒരു വാട്ടർ സീൽ വരുന്നുണ്ട്. ഈ വാട്ടർ സീല് ഓവർ ഹീറ്റായിട്ട് ഈ വാട്ടർ സീല് പൊട്ടിപ്പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വേണം പറയാം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റയ്ക്കകത്തും കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നുവെച്ചാൽ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങളെന്ന് വെച്ചാൽ, ബ്രോ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്ത് കീരി പറ്റി എന്നെ പറ്റി ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ട് പറയാറുണ്ട്. ബ്രോ എങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നല്ലത് നോക്കി എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റയ്ക്കകത്തും ഒക്കെ ആയിട്ട് വരാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് പണി വരുന്നത്, എൻജിൻ സൈഡ് ഓക്കെ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ പോവാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ BS3 ഡ്യൂക്ക് 200 കേട്ടോ. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറേ അധികം വണ്ടികൾ നോക്കി കേട്ടോ. പക്ഷെ അധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂക്ക് 200 വണ്ടി വെച്ച് വേണമെങ്കിലും പറയാൻ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ നോക്കുന്ന ഒരു വണ്ടി എന്ന് വെച്ചാൽ BS3 200 390 ആ ഒരു സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ്. പ്രത്യേകിച്ച് KTMൻ്റെ വണ്ടികൾ തന്നെ, അത് യാതൊരു സംശയമില്ല. പിന്നെ NS അങ്ങനെയൊക്കെയുള്ള വണ്ടികളൊക്കെയാണ് വരുന്നത്. ഈ വണ്ടി തന്നെ പ്രത്യേകിച്ച് എടുത്തു വെച്ച് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ, അത്യാവശ്യം കംപ്ലയിൻസ് ഒക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഈ 200 ആയാലും 390 ആയാലും. പ്രത്യേകിച്ച് KTMൻ്റെ BS3 മോഡൽ, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം BS3 മോഡൽ. ഞാൻ പറയുന്നത് KTMൻ്റെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണെന്നൊന്നുമല്ല, BS3 വണ്ടികൾക്ക് കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അത് വരുന്നതെന്ന് വെച്ചാൽ, അതെ ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഈ പൊടി കയറിയിരുന്നിട്ടോ അല്ല എന്തെങ്കിലും ലീക്കോ, ഈ സ്റ്റെമ്പില്ലേ, ഈ സ്റ്റെമ്പിനകത്ത് സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീൻ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ട്യൂബിന് തന്നെ 4000 മുതൽ 5000 രൂപ വരെ വരുന്നുണ്ട്. ആ ഡിസ്ക് വരുന്ന ഭാഗത്തുള്ള കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് വരുന്നത് ഏകദേശം 1000 രൂപ എന്തോ കൂടുതലല്ല സാധാരണ ഈ ഒരു ട്യൂബിനെ അപേക്ഷിച്ച് മറ്റേ ഡിസ്കുള്ള സൈഡിൽ വരുമ്പം. ഇത് ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ പറയുന്നില്ല, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് റേറ്റ് തന്നെ ഞാൻ പറയുന്നത്. ഷോറൂമിൽ അന്വേഷിച്ച് അവിടെ നിന്നുള്ള ഒരു ഇതെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിരിക്കുക, നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ പുഷ് ചെയ്യുക. കണ്ടില്ലേ, നമ്മളിപ്പം അത്യാവശ്യം നല്ലോണം ഫ്രണ്ടിലോട്ടൊന്ന് പുഷ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇറങ്ങുക. ഇറങ്ങിയതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് പിന്നെ നോക്കുക എന്തെങ്കിലും ഓയിലോ വല്ലോ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ. ഇതിപ്പോൾ അഴുക്ക് കയറിയിരുന്നത്, അതാ ഈ ഒരു കളർ വരുന്നത്. ഈ വണ്ടിക്കകത്ത് പ്രത്യേകിച്ച് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഡിസ്ക് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് മാർക്കുകളുണ്ടോ നോക്കണം. അത്യാവശ്യം ചെറിയ രീതിക്കുള്ള മാർക്കുകളൊക്കെ കാണും. അത് സ്വാഭാവികമാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയില്ലേ, അത് നമ്മൾ അത്രയ്ക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ തൊട്ടിങ്ങനെ നോക്കുക. അപ്പം നമുക്ക് ഒരു റഫ്നെസ്, ഒരു കയറ്റം ഇറക്കം പോലുള്ള ഒരു റഫ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക് മാറാറായതാണ്. അത്യാവശ്യം ഡിസ്കിനും തന്നെ ഏകദേശം 2500 രൂപ മുതൽ മേളോട്ടാണ് ഡിസ്കിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ അലോയ് കേട്ടോ. ഈ KTMൻ്റെ അലോയ്സ് എന്ന് പറയുന്ന പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. KTMൻ്റെ ഒരു തിയറി എന്ന് വെച്ചാൽ റെഡി ടു റേസ് എന്ന, മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് സാധനങ്ങൾ ഇറക്കുക, മാക്സിമം പവർ ഉണ്ടാക്കുക. അതാണ് KTMൻ്റെ ഒരു രീതി. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അലോയ്സിനൊക്കെ നല്ല കട്ടി കുറവുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മുടെ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ബെൻഡ് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, അതെ ഇത് കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് കൈയിട്ട് ഇങ്ങനെ ഒന്ന് ഓടിക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഒരു സൈഡ് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നതാണെന്ന്. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ സോപ്പ് പോതയില്ലേ, അതിങ്ങനെ ഒന്ന് ഒഴിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും, അല്ലയുടെ ഭാഗത്ത് ബെഞ്ചുണ്ടെങ്കിൽ. അതേസമയം നമ്മൾ അകത്ത് ട്യൂബ് ഇട്ടേക്കുവാണെങ്കിൽ ഈ സംഭവം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഈ റേഡിയേറ്റർ നമ്മൾ നോക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത്, ഇവിടെ ഒരു വാട്ടർ സീൽ വരുന്നുണ്ട്. ഈ വാട്ടർ സീല് ഓവർ ഹീറ്റായിട്ട് ഈ വാട്ടർ സീല് പൊട്ടിപ്പോയി എഞ്ചിൻ ഓയിലുമായിട്ട് ഈ കൂളൻ്റ് മിക്സ് ആവുന്ന ഒരു ഇഷ്യൂ വളരെ കോമൺ ആയിട്ട് BS3 മോഡൽസിനകത്തുള്ളതാണ്. അത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പണിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ അത് BS4 വണ്ടിയാണ്, അത് BS3 അല്ല BS4 അത് നിങ്ങൾ മനസ്സിലാക്കണം.
നമ്മളത് റെഡിയാക്കുന്നതിന് ഏകദേശം റേറ്റ് വരുന്ന ലേബറും പാർട്സും ഒക്കെ കൂടെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 9,000 രൂപ തൊട്ട് 12,000 രൂപ വരെയുള്ള റേറ്റ് ഏകദേശം വരും കേട്ടോ. സൈഡ് നോക്കുന്ന ടൈമിൽ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ദേ ഇവിടുന്ന് ഓയിൽ ലീക്ക് ആവുന്നതായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ കറക്റ്റ് എൻജിൻ ഓയിൽ അറിയണമെങ്കിൽ ദേ ഇവിടെ ആണെങ്കിൽ ഒരു സംഭവം കൊടുത്തേപ്പുണ്ട്. ഇവിടെ ഇച്ചിരി ക്ലിയർ ആയിട്ടുള്ള ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം ഓയിൽ മാറാറായിട്ടുണ്ട് ഇതിൻ്റെ. ഈ ബ്രേക്ക് ലിവേഴ്സ് വന്നേക്കുന്ന കണ്ടില്ലേ, ഇത് നമ്മൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് നോക്കണം. ഇതിനകത്ത് വല്ല ബെഞ്ചോ വല്ലതും ഉണ്ടോയെന്ന്. ഇതിന് തന്നെ ഏകദേശം 800 രൂപ മുതൽ 1000 രൂപ വരെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം കയറുന്ന ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ കഴിയുന്ന ടൈമിൽ ഇതിനകത്ത് വെള്ളം കയറുകയോ നമ്മൾ മഴയത്ത് ഓടിക്കുന്ന ടൈമിൽ ഇതിനകത്ത് വെള്ളം കയറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതല്ല. ഇതിനകത്തൊരു ഫോഗ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും വെള്ളം കയറി കഴിഞ്ഞാലേ. പിന്നെ ഈ ലൈറ്റ്സിൻ്റെ വയറിങ് കിറ്റിനൊക്കെ കംപ്ലൈൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് പറഞ്ഞപ്പോൾ ആ വയറിങ് കിറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം. ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ. ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിലാണ് ഈ മീറ്ററിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മങ്ങലോ കറക്റ്റ് കാണിച്ചു തരാം. ഇതിനകത്തൊരു ഫ്രെയിം പോലെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ കാണുന്നില്ലേ, ഇതിനകത്ത് എന്തെങ്കിലും സീനുണ്ടോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ ഒരുമാതിരി മങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ കളറെല്ലാം കൂടെ ഒരു മങ്ങിയിട്ടൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നൊരിതുണ്ട്. അത് ചെക്ക് ചെയ്യണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ എന്തെങ്കിലും വാണിംഗ് ലാംപ്സ് വല്ലതും കത്തി കിടപ്പുണ്ടോ എന്ന് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഉള്ള ഒരു മെയിൻ സംഭവമുണ്ട്, അതിലാണ് എല്ലാവർക്കും പണി കിട്ടുന്നത്. ഈ സ്റ്റാൻഡ് കണ്ടില്ലേ, ഈ സ്റ്റാൻഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിനകത്തൊരു സെൻസറുണ്ട്. ഈ സെൻസർ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഇത് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാൻഡ് തട്ടിയാലും വണ്ടി ഓണാവത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓണാവും, അപ്പം തന്നെ അങ്ങ് ഓഫായി പോവും. അങ്ങനൊരു സംഭവമുണ്ട്. നമ്മുടെ കൂളൻ്റ് വരുന്ന ഇവിടെ കേട്ടോ, അത് കൂളൻ്റ് അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇത് നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എൻജിൻ ഓയിൽ മാറുക, സെക്കൻഡ് കൂളൻ്റ് മാറുക, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്സ് മാറുക. ഇത് ഇത്രയും നമ്മൾ കമ്പൽസറി ആയിട്ട് മാറേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു സെക്കൻഡ് വണ്ടി എടുത്താൽ എന്തൊക്കെ നോക്കി എടുത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മളങ്ങ് മാറിയേക്കണം. നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ലോങ് ടൈം നമുക്ക് കീപ്പ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. നമ്മളെ വണ്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ആ വണ്ടി നമ്മളെ തിരിച്ചും ട്രീറ്റ് ചെയ്യുന്നത്. ചെയിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത് കേട്ടോ. 3,000-3,500 രൂപയൊക്കെ KTMൻ്റെ ചെയിൻസിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയിൻ മസ്റ്റായിട്ടൊന്ന് നോക്കുക. ഈ ഇൻഡിക്കേഷൻ കണ്ടില്ലേ, ഇതാ ഇവിടെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ആ ടൈറ്റ് ചെയ്യുന്ന എത്രയും ബാക്കി ഉണ്ടോയെന്ന് നോക്കുക. ബാക്കിലത്തെ സസ്പെൻഷന് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇൻസ്പെക്റ്റ് ചെയ്യുക. അത്യാവശ്യം ടൈറ്റാണ് നമ്മുടെ KTMൻ്റെ സസ്പെൻഷനൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് നോക്കുന്ന ടൈമിൽ ഇത് അനങ്ങുന്നില്ല. എന്നുവെച്ചാൽ KTMൻ്റെ സസ്പെൻഷൻ അത്രയ്ക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഇതിപ്പം കിടന്ന് ആടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. ആടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച ബാക്കിലത്തെ സസ്പെൻഷൻ പോയതാ, അത് റീപ്ലേസ് ചെയ്യണം. അതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അതിൻ്റെ റേറ്റ് അറിയത്തില്ല, എന്നാലും ഏകദേശം ഒരു 10 രൂപയുടെ മുകളിലൊക്കെ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അത്രയൊക്കെ എന്തോ വരുമെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നോക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞില്ലേ, അത് ഇത് തന്നെ നോക്കുക. ഡിസ്കിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ നോക്കുക. അത് നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഫ്ലൂയിഡിനൊന്നും വലിയ റേറ്റ് ആവുന്നില്ല. എന്തായാലും നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഫ്ലൂയിഡും ബ്രേക്ക് പാഡ്സും അതൊക്കെ മാറുന്നതല്ലേ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ടയേഴ്സ് മസ്റ്റായിട്ട് നോക്കുക കേട്ടോ. ടയേഴ്സ് നോക്കുന്ന ടൈമിൽ ഇതേപോലെ അത്യാവശ്യം ത്രെഡും കാര്യങ്ങളും ഒക്കെ വേണം. എന്നുവെച്ചാൽ ഒരു ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളും കണ്ടില്ല, ഇതെന്തായാലും മസ്റ്റായിട്ട് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണിയെന്ന് വെച്ചാൽ ചില കച്ചവടക്കാരും ഒക്കെ ഉണ്ട്, ടയർ വിൽക്കുന്ന ആൾക്കാരും കച്ചവടക്കാരും ഒക്കെ. എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല, ചില ഇങ്ങനെ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ബാംഗ്ലൂരിലൊക്കെ ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബ്ലേഡ് വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ മാർക്ക് ചെയ്തിടും. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ തീർന്നിരിക്കുന്ന പ്ലെയിനായിട്ടിരിക്കുന്ന സംഭവമാണ്. അതിനകത്തൂടെ ഇങ്ങനെ വരച്ച് വെക്കുക. അതാകുമ്പം ഒരു പുതിയ ടയറിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. ഇതിനകത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നത്. അപ്പം ഫ്യൂൽ പമ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ല കേട്ടോ. ഏകദേശം ഈ ഒരു KTMൻ്റെ ഒരു ഫ്യൂൽ പമ്പിനൊക്കെ ഒരു 10K അതിന് എബോവ് വരാനൊക്കെ ഉള്ള ചാൻസ്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതിൻ്റെ കാര്യത്തിൽ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ല കേട്ടോ. പിന്നെ നമ്മൾ എൻജിൻ സൈഡ് നോക്കുന്ന ടൈമിൽ വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോഴാണെങ്കിൽ വണ്ടി ഓൺ ആക്കിയ ടൈമില് ഇതിനകത്ത് അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. ഇതിന്
ദേ ഗൈസ് ഞാനിപ്പോൾ റവ് ചെയ്തില്ലയോ, ആ എക്സോസ്റ്റ് നോട്ട് കേട്ട ടൈമിലാണെങ്കിൽ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പുക വരികയോ ഈ നമ്മൾ റവ് ചെയ്യുന്ന ടൈമിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഓയിൽ ലീക്ക് ആവുന്നയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോ എഞ്ചിൻ പണിയാൻ നല്ല പൈസ വരാനുള്ള സംഭവമുണ്ട്. ഏകദേശം 25 രൂപ തൊട്ട് മുകളിലോട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്തെങ്കിലും ഒരു എഞ്ചിൻ പണി വരുവാണെങ്കിൽ. പിന്നെ ഈ എക്സോസ്റ്റിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും പുകയൊക്കെ വരുവാണെങ്കിൽ അത് എഞ്ചിൻ പണി തന്നെയാണ്. അത് നിങ്ങൾ ആലോചിച്ചോണം. അത് ഓയിൽ കടന്ന് കത്തുന്നതിൻ്റെയാണ്. ഓയിൽ കടന്ന് കത്തുന്ന അത്രയ്ക്ക് നല്ലൊരു സംഭവമല്ല, അത് എഞ്ചിൻ പണി തന്നെ. അതിന് ഏകദേശം നല്ല ഫണ്ട് ഇറങ്ങുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഒരു സെക്കൻഡ് വണ്ടി എടുക്കുന്ന ടൈമിൽ. ഇപ്പം നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടികളുടെ കാര്യം, ഒരു 200cc അതിന് എബോ ആയിട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു 150cc 150cc ഒരു കമ്മ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു പവർ വരുന്ന ഒരു FC പോലത്തെ അല്ലെങ്കിൽ ഒരു യൂണിക്കോണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു വണ്ടി നോക്കുന്ന ടൈമിൽ, പൾസറോ അങ്ങനെയൊക്കെ ഉള്ളൊരു വണ്ടി നോക്കുന്ന ടൈമിൽ അതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ കാർബറേറ്ററാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സംഭവം. FC-യുടെ സ്റ്റോക്ക് കാർബറേറ്ററിന് അത്യാവശ്യം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ്. വരുന്ന മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ആ കാർബറേറ്ററിനകത്ത് മിസ്സിങ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. ഞാനൊരു FC ഓണറാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റി. നിങ്ങൾക്ക് FC-യുടെ വേണമെങ്കിൽ FC-യുടെ മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. ഞാൻ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഒരു FC വണ്ടിയുടെ ഓണർ. അപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് ഓടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ FC-യുടെ വണ്ടി നോക്കുന്ന ടൈമിൽ കാർബറേറ്റർ മസ്റ്റായിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. അതിനകത്തുനിന്ന് മിസ്സിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു FC ഓണറാണ്, നിങ്ങൾക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിൽറ്റർ വാങ്ങിച്ച് വെക്കണം, നല്ല ഓയിൽ ഫിൽറ്റർ. എന്നുവെച്ചാൽ കാർബറേറ്ററിലോട്ട് പോകുന്ന എണ്ണയാണെങ്കിൽ അത്യാവശ്യം ഫിൽറ്റർ ചെയ്തിട്ട് കാർബറേറ്ററിലോട്ട് വിടും. അതാണ് ആ ഒരു ഫിൽറ്ററിൻ്റെ ജോലി. നമ്മൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബായ്.